മെഡിക്കൽ കോളേജിലെ 28ാമത്തെ വാർഡിലൂടെ അങ്ങനെ നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കൈപിടിച്ചിട്ട് പറയാണ്, ഉസ്താദേ എന്റെ ബാപ്പ ഇവിടെ അഡ്മിറ്റാണ്, ബാപ്പയുടെ മൂത്രത്തിന് ട്യൂബിട്ടതാണ്, കഠിനമായ വേദനയാണ്, മൂത്രം ഒരു തുള്ളി പുറത്തേക്ക് പോകുന്നില്ല, ഉസ്താദൊന്ന് മന്ത്രിച്ചു തരുമോ? ആ ബാപ്പക്കൊന്ന് മന്ത്രിച്ചു കൊടുത്ത് ഇങ്ങോട്ട് തിരിയുമ്പോ അപ്പുറത്തുനിന്നൊരാൾ, ഉസ്താദേ എനിക്കുമൊന്ന് നിങ്ങൾ മന്ത്രിക്കണന്തേ, എന്റെ ബാപ്പ 70 വയസ്സായി, മൂത്രമറിയാതെങ്ങനെ പുറത്തേക്ക് വരികയാണ്, ട്യൂബിട്ടതാണ്, യാതൊരു നിയന്ത്രണവുമില്ല, ഒരു മൂത്രത്തിന്റെ തുള്ളി പോലും നിയന്ത്രിക്കാനുള്ള അധികാരം നമ്മുടെ ശരീരത്തിനില്ല. അതുകൊണ്ടാണ് ബാത്റൂമിന്ന് പുറത്തിറങ്ങുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി, എന്റെ ശരീരത്തിലെ ഭക്ഷണങ്ങളിൽ നിന്ന് ആവശ്യമുള്ള പ്രോട്ടീനും ആവശ്യമുള്ള വൈറ്റമിനും ആവശ്യമുള്ള ജലാംശം ഫോസ്ഫറസും ആവശ്യമുള്ള കാൽസ്യവും എല്ലാം അത് ശരീരത്തിലേക്ക് തന്നെ ഉപയോഗിക്കുന്നു. ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ മുഴുവനും പുറത്തേക്ക് തള്ളിക്കളയാൻ എന്റെ ശരീരത്തിന് പവർ തന്ന അല്ലാഹ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറയുന്നില്ലേ, വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതാ, ഈ നിർജീവമായ ഭൂമി നിങ്ങൾക്ക് കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ്. വരണ്ടുണങ്ങിയ ഭൂമിയിൽ വെള്ളം തട്ടിയപ്പോൾ ഭൂമി അങ്ങനെ പച്ച പിടിക്കാൻ തുടങ്ങി. ആ വയലിൽ നിങ്ങളങ്ങ് നെല്ലിന്റെ വിത്തുമണികൾ വിതറിയപ്പോ അത് നല്ല നെൽമണിയായിട്ട് അരിയായിട്ട് പുറത്തേക്ക് വന്നു. വമിൻഹു യഅ്കുലൂൻ, അതാണ് മനുഷ്യന്റെ മുഖ്യമായ ആഹാരം.